ഹായ്, ഇന്നൊരു ചെറിയ വീഡിയോ കേട്ടോ. അവിയൽ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇല്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചെറിയ നീളത്തിൽ അരിഞ്ഞെടുക്കണം. വല്ലാണ്ട് ഓവർ കട്ട് ഇല്ലാണ്ട് നല്ല നൈസാവാണ്ട് രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ മാത്രമേ എടുത്തുള്ളൂ. എല്ലാവരും എല്ലാ പച്ചക്കറി ഐറ്റംസും എടുക്കും. ഞാൻ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അത് ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ. പാവയ്ക്ക, പടവലങ്ങ, ക്യാരറ്റ്, പിന്നെ കുമ്പളം, ഉരുളൻകിഴങ്ങ്, പയർ, ബീൻസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ള അവിയലിന്. പിന്നെ അതെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിങ്ങനെ അധികം വെള്ളമില്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. ചിലർ ആവി കയറ്റിയെടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാറ് സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട്, ഉപ്പ് ഇടും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവും, പിന്നെ ഒരു നുള്ള് ഇച്ചിരി കളറിനായിട്ട് കുറച്ച് മുളക് പൊടി അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലായിടത്തും അതായത് ഉപ്പും ഈ മഞ്ഞളൊക്കെ പിടിക്കുന്ന രീതിയിൽ എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കണം. അതായത് വേവിക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ തീയായിട്ട് വേവിക്കരുത്. അപ്പം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അതിലേക്ക് അരപ്പിലേക്കുള്ളത് നോക്കാം. ഒരു ചെറിയൊരു അരപ്പ് വേണം അതിലേക്ക് നമ്മൾ. അപ്പോൾ അരപ്പിലേക്കുള്ളത് നോക്കാം. അതിന് മുന്നേ നമ്മൾ വെള്ളം വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓവർ വെള്ളം വേണ്ട. ഇനി ഒരു മുറി തേങ്ങയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എനിക്ക് ഇവിടുന്ന് കാന്താരി കിട്ടി, അപ്പോൾ കുറച്ച് കാന്താരി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാന്താരി എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ എരിവല്ലേ. പിന്നെ ഒരു 1.5 സ്പൂണ് ഞാൻ ജീരകം, ചെറിയ ജീരകമല്ലേ, നല്ല ജീരകം എന്ന് പറയുന്നത്, അതാണ് ഇട്ടത്. പിന്നെ കറിവേപ്പില. ഇത്ര ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക. അതായത് നമ്മൾ ചതച്ചെടുക്കും എന്ന് പറയില്ല, അങ്ങനെ. എന്നാൽ നന്നായിട്ട് പേസ്റ്റ് ആവും വേണ്ട എന്ന രീതിയിൽ ഒരു രൂപത്തിൽ അരച്ചെടുത്തിട്ട് വെക്കുക. ഇനി കഷ്ണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അടി പിടിക്കുന്നുണ്ടോയെന്ന് അറിയാൻ. ഒരു ഹാഫ് വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തൈര് ചേർക്കണം. അതിലേക്ക് കട്ട തൈരാണെന്നുണ്ടെങ്കിൽ അത് ഒരു കപ്പോളം തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ പുളിയില്ലാത്തൊരു തൈരാണ്. അപ്പോൾ ഞാനൊരു കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. കുറച്ചീശായിട്ട് ഇതിങ്ങനെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. പുളി അപ്പം നോക്കണം, പുളി കൂടി പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. എന്നിട്ട് നല്ലോണം അടച്ച് ആ തൈരിൽ കിടന്ന് കുറച്ച് വേവണം. എന്നിട്ട് നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പും ഇതിലോട്ട് മിക്സ് ചെയ്യുക. അരപ്പ് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കുക. ചിലവർക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയലായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി ലൂസായി ഒരു ഗ്രേവിയൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഇഷ്ടം. ഇവിടെ ഏട്ടന് ഇച്ചിരി ഗ്രേവിയുള്ള രൂപത്തിലാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ തൈര് അത്യാവശ്യം ചേർത്തു. ഈ അരപ്പ് ചേർത്ത ആ വെള്ളം ഉണ്ടല്ലോ, അതും ഇച്ചിരി ഒഴിച്ചു നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക നമ്മൾ കേട്ടോ. ആ മൂടി വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരപ്പിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവും, ആ മണം പോകണം എന്ന രീതിയിൽ കുറച്ച് നേരം ഇളക്കി അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് അവസാനം കുറച്ച് കറിവേപ്പില ഇടണം. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ അതും ഒന്ന് നല്ലോണം ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വയ്ക്കുക കേട്ടോ. അപ്പം നമ്മളെ നല്ല ടേസ്റ്റുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. ഓക്കേ.